വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ സർക്കാർ നേവിയുടെ സഹായം തേടി. രാവിലെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചതോടെയാണ് മന്ത്രി CP ജോൺ സ്ഥലം സന്ദർശിച്ചത്. അഞ്ചുതെങ്ങ് സ്വദേശികളായ ശ്രീജിത്ത്, ശ്രീമോൻ എന്നിവരെ ഇന്നലെ രാത്രിയിലാണ് കാണാതായത്. വിവരങ്ങൾ നൽകാൻ സിജോ ചേരുന്നുണ്ട്. സിജോ, സാധാരണ മുതൽപ്പുഴയിൽ അപകടം പതിവാണ്, പക്ഷേ എങ്ങനെയെങ്കിലും മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ സാധിക്കാറുണ്ട്. അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ സ്ഥിരമായി ഈ TV സ്ക്രീനിൽ തന്നെ കാണുന്നതുമാണ്. പക്ഷേ ഇന്നലെ രാത്രി കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്താണിപ്പോൾ ബാക്കി അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത്? സർക്കാരിൻ്റെ ഇടപെടൽ എന്താണുള്ളത്? ഈ അപകടത്തിൽപ്പെട്ട ബോട്ടിൽ ആകെ 5 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ രക്ഷപ്പെട്ടു, 2 പേര് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി 9:30-ഓടെയാണ് ഈ അപകടമുണ്ടാകുന്നത്. ഒന്ന്, ഈ പ്രതികൂല കാലാവസ്ഥയാണ് വെല്ലുവിളി. 2, ഈ അപകടപ്പെട്ട സമയം ഇന്നലെ എന്ന് പറയുന്നത് രാത്രി സമയമാണ് എന്നുള്ളത് കൊണ്ട് തെരച്ചിൽ അത്ര വിസിബിലിറ്റി ഒരു പ്രശ്നമാണ്. അത് 2ആണ് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിലനിന്നിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ വലിയ രീതിയിൽ മത്സ്യത്തൊഴിലാളികൾ, ഇവരുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ കോസ്റ്റൽ പോലീസിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കാര്യക്ഷമമായ രീതിയിലല്ല ഇതിൻ്റെ തെരച്ചിൽ നടക്കുന്നതെന്നുള്ളതായിരുന്നു ആരോപണം. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതികൂല കാലാവസ്ഥയാണ്. ശക്തമായ തിരമാലയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് അവിടെ പോയി തെരച്ചിലേക്ക് ഒത്തിരി ഇറങ്ങി തെരച്ചിൽ നടത്തുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് പ്രതിഷേധം ശക്തമായതോടുകൂടിയാണ് അതിലിപ്പോൾ നേവിയുടെ സഹായം തേടിയിരിക്കുന്നത്. ഹെലികോപ്റ്ററും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പും ഒക്കെ ഈ തെരച്ചിലിന് വേണ്ടി ഇപ്പോൾ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരം നടപടികളിലേക്ക് കടന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ തൽക്കാലത്തേക്ക് പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് മന്ത്രി CP ജോൺ ഉൾപ്പെടെ സ്ഥലത്തെത്തി സന്ദർശിച്ചു. തുടർന്ന് ഈ മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ തെരച്ചിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്.